നമസ്കാരം. ക്യൂ മലയാളം UK ന്യൂസിലേക്ക് സ്വാഗതം. യൂറോപ്പിൽ എൻട്രി ആൻഡ് എക്സിറ്റ് സിസ്റ്റം ഒക്ടോബർ 6 മുതൽ പ്രാബല്യത്തിൽ. യൂറോപ്യൻ യൂണിയൻ എൻട്രി ആൻഡ് എക്സിറ്റ് സിസ്റ്റം UK-യിൽ നിന്നോ EU ഇതര രാജ്യങ്ങളിൽ നിന്നോ യൂറോപ്യൻ യൂണിയനിലെ ഒരു രാജ്യത്തേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ പുതിയ നിയമങ്ങൾ ബാധകമാകും. EU എൻട്രി എക്സിറ്റ് സിസ്റ്റം എന്നാൽ EU ഇതര പൗരന്മാർക്ക് ഷെങ്കൻ സോണിലെ അംഗരാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിനുള്ള ഒരു പുതിയ അതിർത്തി നിയന്ത്രണ സംവിധാനമാണ് EU എൻട്രി എക്സിറ്റ് സിസ്റ്റം അഥവാ EES. ഷെങ്കൻ സോണിൽ സ്വിറ്റ്സർലൻഡ്, ലിച്ചൻസ്റ്റീൻ, നോർവേ, ഐസ്ലാൻഡ് എന്നീ രാജ്യങ്ങളും ഉൾപ്പെടുന്നു. എന്നാൽ റിപ്പബ്ലിക് ഓഫ് ഐലൻഡ്, സൈപ്രസ് എന്നിവ ഉൾപ്പെടുത്തിയിട്ടുമില്ല. സാങ്കേതികമായി നൂതന അതിർത്തി സുരക്ഷയ്ക്കും കുടിയേറ്റ നടപടിക്രമങ്ങൾക്കും വേണ്ടിയാണ് ഈ പുതിയ സംവിധാനം നിലവിൽ വരുന്നത്. സീനിയർ എംപിയും ഇടതു നേതാവുമായ ഡയാൻ ആബട്ടിനെ മത്സരിപ്പിക്കാനുള്ള നീക്കത്തിന് തിരിച്ചടി. ലേബർ പാർട്ടിയിലെ ഇടതു വിഭാഗത്തെ സമ്പൂർണ്ണമായി പുതുക്കാനുള്ള കെയർ സ്റ്റാർമറുടെയും സംഘത്തിന്റെയും നീക്കത്തിനാണ് തിരിച്ചടിയുണ്ടായിരിക്കുന്നത്. ബ്രിട്ടന്റെ ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരിയായ എംപിയാണ് ഡയാൻ ആബട്ട്. കറുത്ത വർഗ്ഗക്കാർ നേരിട്ട വംശവെറിയൊന്നും ജൂതരും ഐറിഷ് വിഭാഗക്കാരും നേരിട്ടിട്ടില്ല എന്ന് പറഞ്ഞതിന് സസ്പെൻഷനിലായിരുന്നു ഡയാൻ. എന്നാൽ ലേബർ സ്ഥാനാർത്ഥിയാകാൻ വിലക്ക് നിലനിൽക്കുന്നു എന്ന് വ്യക്തമാക്കിയതോടെയാണ് ഇവർ സ്വന്തം നിലയിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. കെയർ സ്റ്റാർമർ സമ്മർദ്ദത്തിലായി. മത്സരാർത്ഥികളുടെ പട്ടിക പുറത്തു വരുന്നതുവരെ താൻ തന്റെ നയത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് ഡയാൻ പറഞ്ഞു. ഈ ആഴ്ച പുതിയ നിയമം നിലവിൽ വരുന്നതോടെ പെട്രോൾ വില കുറയാൻ സാധ്യത. സർക്കാർ അടുത്തിടെ രൂപം കൊടുത്ത പെട്രോൾ, ഡീസൽ ഫോർകോർട്ടുകളിലെ വില നിരീക്ഷിക്കുന്നതിന് സർക്കാരിന് അധികാരം നൽകുന്ന നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെയാണിത്. യൂറോപ്പിൽ ഡീസലിനും പെട്രോളിനും ഏറ്റവും വില കൂടുതലുള്ളത് ബ്രിട്ടനിലാണെന്ന് RICയിലെ വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചതിന് പുറകെയാണ് ഇത്തരത്തിലൊരു നിയമനിർമ്മാണം. നിലവിൽ പെട്രോളിന്റെ വില 149 പെൻസും ഡീസലിൻ്റേത് 155 പെൻസുമാണ്. ഫോർകോർട്ടുകളിലെയും മറ്റും ഇന്ധനവില നിരീക്ഷിക്കുവാനും ഏതെങ്കിലും വിധത്തിലുള്ള തട്ടിപ്പുകൾ കണ്ടെത്തിയാൽ സർക്കാരിന് റിപ്പോർട്ട് ചെയ്യുവാനും കോമ്പറ്റീഷൻ ആൻഡ് മാർക്കറ്റ് അതോറിറ്റിക്ക് അധികാരം നൽകുന്നതാണ് പുതിയ നിയമം. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ രാജ്യാന്തര വിപണിയിൽ പെട്രോളിന്റെയും HSDയുടെയും വില ബാരലിന് യഥാക്രമം $3.25 $2.1 കുറഞ്ഞതായി വൃത്തങ്ങൾ അറിയിച്ചു. ലെസ്റ്റർ ദീപാവലി ഫണ്ട് വെട്ടിച്ചുരുക്കി ലേബർ മേയർ സർ പീറ്റർ സോൾബി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകൾ എത്തുന്നതാണ് ലെസ്റ്ററിലെ ദീപാവലി ആഘോഷങ്ങൾ. പ്രാദേശിക കൗൺസിലിന്റെ ധനസഹായത്തോടെ നടക്കുന്ന ഈ ഉത്സവത്തിന്റെ ഭാവി ആശങ്കയിലാഴ്ത്തി മേയർ സർ പീറ്റർ സോൾബിയുടെ നിലപാട്. 2.5 ലക്ഷം പൗണ്ടോളം വരുന്ന ധനസഹായം തുടർന്ന് നൽകാൻ കഴിഞ്ഞേക്കില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ തീരുമാനത്തിനെതിരെ ലേബർ പാർട്ടി നേതാവായ കീത്ത് വാസ് ഓൺലൈൻ പെറ്റീഷനുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. 1300-ലധികം പേർ ഇതിനോടകം തന്നെ ഈ പെറ്റീഷനിൽ ഒപ്പിട്ട് കഴിഞ്ഞു. HMRCയിൽ യഥാസമയം കുട്ടികളുടെ വിദ്യാഭ്യാസ സംബന്ധമായ വിവരങ്ങൾ നൽകാത്തതിനെ തുടർന്ന് മലയാളികൾ ഉൾപ്പെടെയുള്ള രക്ഷിതാക്കൾക്ക് ആനുകൂല്യങ്ങൾ നഷ്ടമാകും. ആയിരക്കണക്കിന് UK-യിലെ രക്ഷിതാക്കൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ നിന്നു പോയേക്കാമെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. 16 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യമാണ് HMRCയിൽ വിവരങ്ങൾ നൽകാതിരുന്നതിനെ തുടർന്ന് ഇല്ലാതാകുമെന്ന വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ ഹയർ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നവർ ഓഗസ്റ്റ് 31 മുൻപ് HMRCയിൽ വിവരങ്ങൾ നൽകണം. എന്നാൽ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ വിദ്യാഭ്യാസമോ അംഗീകൃത പരിശീലനമോ പൂർത്തിയാക്കുന്നവർ വിവരങ്ങൾ നൽകേണ്ട അവസാന തീയതി നവംബർ 30 ഇത്തരം സമയപരിധിയെക്കുറിച്ചുള്ള ധാരണക്കുറവ് കൊണ്ടാണ് പലരും HMRCക്ക് വിവരങ്ങൾ നൽകാൻ വൈകുന്നത്. 16 വയസ്സ് കഴിഞ്ഞ കുട്ടികളുടെ വിദ്യാഭ്യാസം, മറ്റ് ജീവിത ചെലവ് തുടങ്ങിയ കാരണങ്ങളെക്കുറിച്ച് യഥാസമയം HMRCയിൽ വിവരങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കണം. പുതിയ രക്തപരിശോധനയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ പ്രവചിക്കാൻ കഴിയുമെന്ന് റിപ്പോർട്ടുകൾ. ബ്രസ്റ്റ് ക്യാൻസർ തിരികെ വരുമോ എന്ന് പ്രവചിക്കുന്നതിൽ വാഗ്ദാനങ്ങൾ കാണിക്കുന്ന ഒരു പുതിയ രക്തപരിശോധന ഗവേഷകർ വികസിപ്പിച്ചെടുത്തു. പരമ്പരാഗത സ്കാനുകൾക്ക് മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ക്യാൻസർ ആവർത്തനത്തെ ഇതിലൂടെ കണ്ടെത്താനാകും. ക്യാൻസർ കോശങ്ങളുടെ DNA ശകലങ്ങൾ തേടിയാണ് പരിശോധന പ്രവർത്തിക്കുന്നത്. ഇത്തരം പരിശോധന 100% കൃത്യതയുള്ളതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഇപ്പോഴും ഗവേഷണത്തിന്റെ പ്രാരംഭഘട്ടത്തിലാണ്. എന്നാൽ വിദഗ്ധർ ഇതിനെ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു സംഭവമായി കാണുന്നു. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.